ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വ്ളോഗൊന്നും അങ്ങോട്ടോട്ട് ശരിയാകുന്നില്ല എന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ. അപ്പോൾ കുറേ നാളായി വ്ളോഗ് എടുക്കേണ്ട ചുമതലയെല്ലാം പ്രജി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഫുൾ മടിച്ചായിട്ടിരിക്കുകയാണ് കേട്ടോ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ കിട്ടുന്നൊരു സൺഡേ അല്ലേ, ഭയങ്കര ചൂടല്ലേ എന്നിട്ട് ഫുൾ ടൈം കിടന്ന് ഉറക്കാം കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗും ചെയ്യാതിരുന്നാൽ എൻ്റെ യൂട്യൂബ് കട്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ടേ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങളിപ്പോൾ കണ്ടതൊക്കെ തന്നെ ആയിട്ടും ഉണ്ടാക്കിയിട്ടില്ലത്. അപ്പോൾ കുറേ ആയി അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ മക്കളൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ശ്രീക്കുട്ടി അച്ചൂട്ടനാട്ടോ എന്നോടെ വയ്ക്കുന്ന രണ്ടാളും കൂടെ. കുറേ സമയമായി രണ്ടാളും കൂടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഇവർക്ക് എല്ലാവർക്കും ഉച്ചക്കത്തെ ചോറ് കൊടുത്തിട്ട് എനിക്ക് വേണ്ടി കുറച്ച് ഫുഡ് വിളമ്പ് വന്നിട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഒരു നാടൻ കോയക്ക വറവ്. ഇത് പുഷ്പേച്ചി അപ്പുറത്തുനിന്ന് അവരുടെ കോയക്ക വള്ളിയിൽ നിന്ന് പറിച്ചെടുത്തത് കേട്ടോ, നല്ല ഫ്രഷ് കോയക്കാണ്. പിന്നെ മാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു, മാന്ത കുറച്ച് മുളകിട്ട് വറ്റിച്ചെടുത്തതാണ്. പിന്നെ മാന്ത കുറച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ, തൈര് കറി. ഈ ചൂടിന് തൈര് കറി ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല, അതുകൊണ്ട് കുറച്ച് കക്കിരിക്ക വാങ്ങി പെരക്കി കേട്ടോ തൈര് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. നമ്മൾ കണ്ണൂർ ഇതാ, നാളെ മഴ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്, കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാനെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അനുവും വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് അച്ചൂട്ടൻ അമ്മമ്മക്ക് ചെടിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ചെടികളില്ലെങ്കിലും അവന് അത് കാണിച്ചു കൊടുക്കാനില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മുറ്റത്തിലെ ചെടികളൊക്കെ അമ്മമ്മക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇപ്പോൾ കുറച്ച് നമ്മൾ ചവന്നാർ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ടുപോയി അങ്ങനെ നടാൻ വേണ്ടിയിട്ട്. ഈ ചൂടിന് ചെടിയൊക്കെ ഒന്ന് തഴുത്ത് കിട്ടുമോയെന്നറിയില്ല. ഇത് മുറ്റത്തുള്ള പപ്പായ ചെടിയാട്ടോ, നിറച്ച് പപ്പായ പിടിച്ചിട്ടുണ്ട്. അവിടെ അമ്മമ്മയും കൊണ്ട് നടന്ന് ചെടികളൊക്കെ, അവിടെ ഒരു മഞ്ഞ പൈറ്റടി ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ വിത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അമ്മ അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അനുവിൻ്റെ ഭാഗം ഒരു മാങ്ങ ഷേക്ക് അടിക്കാമെന്ന് വെച്ചു. അതിന് പീടികയിൽ പോയിട്ട് കട്ടപ്പാലൊക്കെ വാങ്ങി വരുന്ന സമയത്ത് ഞാൻ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മധുരമൊന്നും ഉണ്ടായില്ല കേട്ടോ, മാങ്ങ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ മധുരമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവന് ഷേക്ക് അടിക്കാൻ ഭയങ്കര നിർബന്ധം. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം മിക്കവാറും ദിവസങ്ങളിൽ അവൻ ഓരോരോ പരീക്ഷണം നടത്തട്ടോ. ഐസ്ക്രീമും കട്ടപ്പാലൊക്കെ വാങ്ങി ഓരോരോ ഫ്ലേവറിലുള്ള ഷേക്ക് അടിക്കലാണ് അവൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഇന്ന് മാങ്ങ ഷേക്കാണ് അടിക്കാൻ പോകുന്നത്. മാങ്ങ വലിയ ഗുണമില്ലാത്തതുകൊണ്ട് ഷേക്ക് നന്നാവുമോ എന്നറിയില്ല. മധുരവും പുളിയും ഒന്നും ഇല്ലാത്തൊരു സൈസ് മാങ്ങയാട്ടോ കിട്ടിയത്. ഏതായാലും ഷേക്ക് അടിക്കാമെന്ന് കരുതി ഐസ്ക്രീമും കട്ടപ്പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അവൻ ഷേക്ക് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താവുമോ എന്തോ അറിയില്ല. അപ്പോൾ കട്ടപ്പാലൊക്കെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഷേക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ അവൻ ഒരു ട്രിപ്പ് അടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചൂടായതുകൊണ്ട് തണുത്തത് എന്തും കഴിക്കാമെന്നുള്ള ഒരവസ്ഥയിലാട്ടോ ഉള്ളത്. ഭയങ്കര ചൂടാണ് കണ്ണൂർ. ഇപ്പോൾ പഞ്ചസാര ഓവറായിട്ട് ഇടുന്ന, പഞ്ചസാര മുഴുവനായിട്ട് ഇടും. മധുരത്തോട് അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ്. എത്ര മധുരം കിട്ടിയാലും അവന് മതിയാവില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കേട്ടോ. അച്ഛനും അച്ഛനും കൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ തത്ത പറന്നു പോയതിൻ്റെ വിഷമം ഇതുവരെ മാറിയില്ല കേട്ടോ. കൂട് കാണുമ്പോഴൊക്കെ തത്തയുണ്ട് എന്നുള്ള ഓർമ്മയിൽ ഇടക്കിടക്ക് കൂട്ടിനുള്ളിൽ കൈയിട്ട് കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മമ്മക്ക് അച്ചൂട്ടൻ പൈസ കൊടുക്കുകയാണ്. കൈനീട്ടം കിട്ടിയ പൈസ അമ്മമ്മ വെക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഷേക്കിൻ്റെ അവസ്ഥ ഉണ്ടോ, കളറൊന്നുമില്ല, വൈറ്റ് കളറാണ്. മാങ്ങക്ക് അധികം
മഞ്ഞ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷെയ്ക്കിൻ്റെ അവസ്ഥ ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷെയ്ക്കൊക്കെ റെഡിയാക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഷെയ്ക്കിൻ്റെ ഒരവസ്ഥ ഇതാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. പഞ്ചസാരയൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇപ്പോൾ ഷെയ്ക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് ആക്കുന്നുണ്ട്. അച്ചൂട്ടിന് കൊടുക്കാം കേട്ടോ. അച്ചൂട്ടൻ ശ്രീക്കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ടേസ്റ്റാണെന്ന് കേട്ടോ പറയുന്നു. അച്ചാച്ചന് ഷുഗറാണ്, എന്നാലും കുറച്ച് ഷേക്ക് പാത്രത്തിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അനുവിനെ പറഞ്ഞ മാതിരി അച്ചാച്ചനും മധുരത്തിനോട് ഭയങ്കര